ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൊട്ടിയൂർ പോയ കുറേ വിശേഷങ്ങളൊക്കെ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ റീൽസിലൊക്കെ കാണുന്നുണ്ടാവും ഈ ഒരു കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. വൈശാഖ മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലാണ് ഈ ഒരു കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ കോഴിക്കോട് നിന്നാണ് കൊട്ടിയൂരേക്ക് പോയത്. ട്രാവൽസ് ബുക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. നിങ്ങൾ എനിവേ ട്രെയിനിനാണ് പോകുന്നതെങ്കിൽ രാത്രി അവിടെ എത്തുന്ന രീതിയിൽ പോയിക്കോളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അവിടെ റൂം എടുക്കാനായിട്ടാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ എല്ലാം ബുക്ക്ഡ് ആയിരിക്കും, ഫില്ലായിരിക്കും, ചാൻസ് കുറവാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട്. ആകെ ഒരു മാസം മാത്രമാണ്, വർഷത്തിൽ ഒരിക്കലാണ് ഈ ഒരു അമ്പലം ജനങ്ങൾക്ക് കയറാനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ട്രെയിൻ വഴിയാണ് പോകുന്നതെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊട്ടിയൂർ ബസ് കിട്ടും. ഡയറക്റ്റ് ബസ് കയറി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റും. പിന്നെ നിങ്ങൾ ട്രാവൽസ് ബുക്ക് ചെയ്യുവാണെങ്കിൽ രാത്രി ബുക്ക് ചെയ്തിട്ട് പുലർച്ചെ ഇവിടെ എത്തുന്ന രീതിയിൽ വരാം. നോർമലി അമ്പലങ്ങളിലൊക്കെ പോകുന്നത് പോലെ തന്നെ ഇവിടേക്ക് വരാനും നോലുമ്പ് എടുത്തിട്ടാണ് വരുന്നത്. പിന്നെ എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് എല്ലാ വർഷവും പോകുന്നതാണ്. ഇതുപോലെ നേർച്ചയായിട്ട് ഞങ്ങളൊരു കെട്ടൊക്കെ നിറച്ചിട്ടാണ് പോകുന്നത്. 2 ബസ് ആളുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത്. എല്ലാ വർഷവും പോകുന്നതാണ് കേട്ടോ ഇവിടെ. നമ്മൾ വൈശാഖ മഹോത്സവത്തിന് പോകുന്ന സമയത്ത് 2 തോർത്തിൽ പണവും പൂവും അരിയും ഇതുപോലെ കെട്ടി മഹാദേവൻ്റെ ചിലമ്പെന്ന പോലെ കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് അഴിക്കും. അഴിച്ചു കഴിഞ്ഞിട്ട് ഈ തോർത്ത് നമ്മൾ നമ്മുടെ കയ്യിൽ വെക്കണം. എല്ലാവരുടെയും കയ്യിൽ തോർത്തുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തോർത്ത് എന്തായാലും അവിടെ നിർബന്ധമായിട്ടും വേണം. നിങ്ങൾ പോകുന്ന സമയത്ത് ഇത് അവിടുത്തെ പുഴയാണ്. അപ്പോൾ ഇവിടുത്തെ പുഴയിൽ 3 തവണ മുങ്ങിയിട്ട് 3-ാമത്തെ തവണ നമ്മൾ പൊങ്ങുന്ന സമയത്ത് ആ പുഴയുടെ അടിയിൽ നിന്ന് 2 കല്ലെടുത്തിട്ട് വേണം വരാൻ. കല്ലെടുത്തിട്ട് പൊങ്ങുക. എന്നിട്ട് ആ കല്ല് കൂട്ടി ഉരതി കഴിഞ്ഞാൽ ചന്ദനമോ ഭസ്മോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് അങ്ങോട്ട് തൊഴാൻ വേണ്ടി പോകുന്ന സമയത്ത് ചന്ദനമായിരുന്നു ലഭിച്ചത്. ആ ചന്ദനം നമ്മൾ തൊട്ടിട്ട് വേണം അവിടെ പോകാനായിട്ട്. അവിടെ പോയി തൊഴുത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ 3 തവണ പുഴയിൽ മുങ്ങണം. 3-ാമത്തെ തവണ പൊങ്ങുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കല്ലെടുത്തിട്ട്, എനിക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഭസ്മമായിരുന്നു ലഭിച്ചത്. പിന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കല്ലെടുത്ത് വീട്ടിൽ കൊണ്ടുപോയാലോ എന്ന്. ഗൈസ്, ഒരിക്കലും ചെയ്യരുത്. ആ കല്ലെടുത്ത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകരുത്. അതാണ് ഇവിടുത്തെ ഒരു കാര്യം. ഞാൻ പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഇറ്റ്സ് സംതിങ് ഡേഞ്ചറസ്. ഒരിക്കലും വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ടുള്ളത് ഇത് ഇവിടുത്തെ കൊട്ടിയൂർ പൂവാണ്. ഈ കൊട്ടിയൂർ പൂവാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ വിസിറ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കേണ്ട സാധനം ഈ പൂവാണ്, കൊട്ടിയൂർ പൂവ്. വീടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി. പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ മറന്നു. നമ്മൾ ഇതുപോലെ പുഴയിൽ മുങ്ങിയിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സമയത്തൊന്നും തല തോർത്താൻ പറ്റില്ല കേട്ടോ. തല തോർത്താതെ നമ്മൾ ആ നനഞ്ഞ പോലെ തന്നെയാണ് പോകുന്നത്. ഈറനോടെ തന്നെയാണ് അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കും.